നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് വിശദമായിട്ട് നോക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു പദ്ധതിയാണ്. എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ്, ചുരുക്കത്തിൽ ELI പദ്ധതി. ലക്ഷ്യം തൊഴിലവസരങ്ങൾ കൂട്ടുക എന്നത് തന്നെ. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശകലന റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ശരി. അപ്പോൾ എന്താണ് ഈ പുതിയ പദ്ധതി? ഇത് സാധാരണ തൊഴിൽ സാഹചര്യങ്ങളെ, അതായത് നിങ്ങൾക്കറിയാവുന്ന രീതികളെ എങ്ങനെ ബാധിക്കാം? ഇതിന്റെ സാധ്യതകളും അതുപോലെ ചില വെല്ലുവിളികളും എന്തൊക്കെയാണ്? നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ എന്താണ് ശരിക്കും ELI പദ്ധതി? ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ അടുത്താണ് ഇതിന്റെ ഒരു അടങ്കൽ, അല്ലേ? അതെ, ഏകദേശം അത്രയും വരും. പേര് പറയുന്ന പോലെ പുതിയ ജോലി കൊടുക്കുന്നതിന് തൊഴിലുടമകൾക്ക് സർക്കാർ നേരിട്ടൊരു സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അതാണല്ലോ ഇതിന്റെ ഒരു രീതി. അതെ അതെ. പ്രധാനമായും ഈ നിർമ്മാണ മേഖലയിലൊക്കെ കൂടുതൽ ജോലി ഉണ്ടാക്കാനാണ് ശ്രമം, അല്ലേ? അതെ, ലക്ഷ്യം അതുതന്നെയാണ്. ഇതിന്റെ പ്രവർത്തനം അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പുതുതായിട്ട് ജോലിയിൽ കയറുന്ന ആളുകൾ, ഓക്കെ, 1 ലക്ഷം രൂപ വരെ മാസശമ്പളമുള്ളവർക്ക്, ശരി, അവർക്ക് അവരുടെ 1 മാസത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അതായത് EPF വിഹിതം, അത് സർക്കാർ നൽകും. ഒരു 15,000 രൂപ വരെ ആവാം പരമാവധി. അത് തൊഴിലാളിക്ക് നേരിട്ട് കിട്ടുമോ? അതെ, നേരിട്ട് കിട്ടും. പക്ഷേ ഒറ്റയടിക്കല്ല, 2 ഘട്ടമായിട്ടാണ്. ജോലിയിൽ 6 മാസം പൂർത്തിയാക്കുമ്പോൾ കുറച്ച്, പിന്നെ 12 മാസമാകുമ്പോൾ ബാക്കി. ഓക്കെ. അപ്പോൾ തൊഴിലാളിക്ക് അങ്ങനെ ഒരു നേട്ടമുണ്ട്. ഇനി തൊഴിലുടമയുടെ കാര്യമോ? അവർക്കെന്താണ് പ്രോത്സാഹനം? പുതിയ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ആ ജീവനക്കാരൻ ഒരു 6 മാസമെങ്കിലും മിനിമം ജോലിയിൽ തുടരണം. അത് നിർബന്ധമാണ്. അതെ. അങ്ങനെയാണെങ്കിൽ ഓരോ പുതിയ ജീവനക്കാരനും വേണ്ടി തൊഴിലുടമയ്ക്ക് 2 വർഷത്തേക്ക് മാസം ഒരു 3,000 രൂപ വെച്ച് ഇൻസെന്റീവ് കിട്ടും. മാസം 3,000 വെച്ച്? അതെ, 2 വർഷത്തേക്ക്. അതെ. ഇനിയിപ്പോ അത് നിർമ്മാണ മേഖലയിലാണെങ്കിൽ അവിടെ കുറച്ചുകൂടി പരിഗണനയുണ്ട്. ഓഹോ. അവിടെ ഇത് 3-ാമത്തെയും 4-ാമത്തെയും വർഷം കൂടി കിട്ടും. കൊള്ളാം. അപ്പോൾ 2 കൂട്ടർക്കും എന്താ പറയാ, ഒരു പുഷ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇത് നടപ്പാക്കുന്നത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, EPFO ആണല്ലോ. അതെ. സാധാരണ അവരുടെ പണി തൊഴിലാളികളുടെ EPF പെൻഷൻ ഫണ്ടൊക്കെ നോക്കുക എന്നല്ലേ? ഇത് സർക്കാരിന്റെ ഒരു ഇൻസെന്റീവ് സ്കീമല്ലേ? അതെ, അത് വളരെ ശരിയാണ്. അവിടെയാണ് ചില പ്രധാനപ്പെട്ട ആശങ്കകൾ പലരും ഉന്നയിക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രഖ്യാപനം വന്നപ്പോ തൊഴിലുടമകൾക്ക് സന്തോഷമായി, സ്വാഭാവികം. അതെ. പക്ഷേ തൊഴിലാളി യൂണിയനുകൾ, BMS ഒഴികെയുള്ളവർ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഒന്ന്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം തന്നെ, അതായത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരു താൽപര്യ വൈരുദ്ധ്യം. തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ ഫണ്ട് കൈകാര്യം ചെയ്യേണ്ട, അവരുടെ ദീർഘകാല സുരക്ഷ നോക്കേണ്ട ഒരു സ്ഥാപനമാണ് EPFO. അതെ. അവര് തന്നെ സർക്കാരിന്റെ ഒരു താൽക്കാലിക തൊഴിൽ പ്രോത്സാഹന പദ്ധതിയുടെ നടത്തിപ്പുകാരാവുമ്പോൾ അതിന്റെ ഒരു പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് ഒരു വ്യതിചലനം ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യം. അതെ, അത് ന്യായമായൊരു ചോദ്യമാണ്. ശരിയാണ്, അതൊരു പ്രധാന പോയിന്റാണ്. രണ്ടാമത്തെ ആശങ്ക എന്തായിരുന്നു? രണ്ടാമത്തേത്, ഈ ഇൻസെന്റീവ് കിട്ടുമല്ലോ 2 വർഷം അല്ലെങ്കിൽ 4 വർഷം. അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടി മാത്രം കമ്പനികൾ ആളെ എടുക്കുകയും ഈ ഇൻസെന്റീവ് കാലാവധി കഴിയുമ്പോൾ ഇവരെ അങ്ങ് പിരിച്ചുവിടുകയോ ചെയ്യുമോ എന്നൊരു പേടി. അങ്ങനെ വരാമല്ലേ? വരാം. അപ്പോൾ ഇത് ശരിക്കുമുള്ള ഒരു തൊഴിൽ സൃഷ്ടിക്കലാണോ, അതോ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങാനുള്ളൊരു തന്ത്രം മാത്രമാണോ, ഒരു താൽക്കാലിക കണക്ക് മാത്രമായി മാറുമോ ഇത്? പക്ഷേ ഇങ്ങനൊരു വലിയ പദ്ധതി, 1 ലക്ഷം കോടിയുടെ പദ്ധതി നടപ്പാക്കാൻ EPFO അല്ലാതെ സർക്കാരിന് പെട്ടെന്ന് ആശ്രയിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു നെറ്റ്വർക്കുള്ള വേറെ ഏജൻസി ഉണ്ടോ? ഒരുപക്ഷെ അവരുടെ ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തുകയാവാം. അതൊരു പ്രായോഗികമായ കാര്യം തന്നെ ആവാം. അവരുടെ റീച്ച്, അവരുടെ ഡേറ്റാബേസ് ഒക്കെ വലുതാണ്. എങ്കിലും ആ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ശരിയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയുടെ അടിസ്ഥാന കാരണം എന്താണ്? ചിലപ്പോൾ സാമ്പത്തിക വളർച്ച കുറയുന്നതാവാം. ഡിമാൻഡ് കുറയുന്നത്. അതെ, വിപണിയിലെ സാധനങ്ങൾക്ക് ആവശ്യക്കാരില്ലാത്ത അവസ്ഥ, ലോ ഡിമാൻഡ്. ഈ വലിയ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ഇങ്ങനെ മുകളിൽ നിന്ന് കുറച്ച് ഇൻസെന്റീവ് കൊടുത്താൽ മാത്രം മതിയോ? അതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളില്ലേ, MSMEs. അതെ, അവർക്കിത് ഗുണം ചെയ്യുമോ? അവർക്കിതിന്റെ പ്രയോജനം എളുപ്പത്തിൽ കിട്ടുമോ? ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ അവർക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്നൊക്കെ കണ്ടറിയണം. ശരിയാണ്. ആ വലിയ ചിത്രം കാണാതെ പോയാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതിന്റെ നല്ല വശങ്ങൾ നമ്മൾ കാണാതിരിക്കാനും പറ്റില്ലല്ലോ. തീർച്ചയായും. പുതിയ ജോലിയുണ്ടാക്കാൻ നേരിട്ടൊരു പ്രോത്സാഹനം കൊടുക്കുന്നു.
തൊഴിലുടമയ്ക്ക് ആളെ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ഭാരം കുറയുന്നു. ശരിയാണ്. പുതിയ ജീവനക്കാരന് തുടക്കത്തിൽ കയ്യിലൊരു കാശ് കിട്ടുന്നു. അതെ. പിന്നെ ഈ നിർമ്മാണ മേഖലയ്ക്ക് ഒരു പ്രത്യേക ഊന്നൽ കൊടുക്കുന്നത് മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികൾക്കൊരു സഹായമാവില്ലേ? ആവാം. അതോടൊപ്പം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഔപചാരികവൽക്കരണം, അതായത് ഫോർമലൈസേഷൻ, അതിനും ഇത് സഹായിച്ചേക്കാം. കൂടുതൽ ജോലികൾ രേഖകളിലൊക്കെ വന്ന് PF ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറാൻ ഒരു സാധ്യതയുണ്ട്. സാധ്യതകളുണ്ട്, ഇല്ലെന്നല്ല. ഉദ്ദേശം നല്ലത് തന്നെയാവാം. പക്ഷേ എപ്പോഴും സംഭവിക്കുന്നത് പോലെ ഇതിന്റെ രൂപകൽപ്പനയിലും നടത്തിപ്പിലുമാണ് കാര്യം. അതെ, എക്സിക്യൂഷൻ ഇസ് കീ. അതെ. ഇത് വിജയിക്കണമെങ്കിൽ ഒന്നാമതായി നല്ല സുതാര്യത വേണം. കാര്യങ്ങൾ വ്യക്തമായിരിക്കണം. പിന്നെ കർശനമായ നിരീക്ഷണം. വെറുതെ പണം കൊടുത്ത് പോവുകയല്ല വേണ്ടത്. ശരിയാണ്. ഒരു നിർദ്ദേശം. പലരും പറയുന്നത് EPFOയുടെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപയിലെ പ്രധാന ഫണ്ടില്ലേ, തൊഴിലാളികളുടെ PF പണം, ആ അതുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഈ ELI പദ്ധതിക്ക് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട്, ഒരു പ്രത്യേക അക്കൗണ്ട് പോലെ കൈകാര്യം ചെയ്യുന്നതാവും നല്ലത്. അതൊരു നല്ല നിർദ്ദേശമാണ്. പിന്നെ ഈ MSMEകൾക്ക്, ചെറുകിടക്കാർക്ക് ഇതിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും കഴിയുന്നത്ര ലളിതമാക്കണം. അവർക്കിത് എളുപ്പത്തിൽ കിട്ടണം. അതെ, അല്ലെങ്കിൽ വലിയ കമ്പനികൾ മാത്രം ഇത് കൊണ്ടുപോകും. അതെ. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ അടിസ്ഥാന പ്രശ്നം, അതായത് സമ്പദ്വ്യവസ്ഥയിൽ ഡിമാൻഡ് കൂട്ടാനുള്ള മറ്റു നടപടികളും കൂടി വേണം. ഇതൊരു ഭാഗം മാത്രം. തീർച്ചയായും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുരുക്കാം. തൊഴിലവസരങ്ങൾ കൂട്ടാൻ സർക്കാർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഫണ്ടിംഗ് ഉള്ള ഒരു പദ്ധതിയാണ് ഈ ELI. അതെ. പക്ഷേ ഇത് ശരിക്കും വിജയിക്കുമോ എന്നത്, ഇത് എത്ര നന്നായി നടപ്പാക്കുന്നു, എത്ര സുതാര്യമാണ് എന്നതിനെയും, പിന്നെ ഈ ഉയർന്നുവന്ന പ്രധാനപ്പെട്ട ആശങ്കകളില്ലേ, അതിനെയൊക്കെ സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്നതിനെയും ആശ്രയിച്ചിരിക്കും. കൃത്യമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി പറയാം. ഈ പറയുന്ന സാമ്പത്തിക ഇൻസെന്റീവുകൾ മാത്രം മുന്നിൽ കണ്ടു കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികൾ നിലവിലുള്ള തൊഴിൽ സുരക്ഷാ സംവിധാനങ്ങളെയും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ഒരു ബന്ധത്തെയുമൊക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ആത്യന്തികമായിട്ട് എവിടെയാണ് ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ നമ്മൾ കണ്ടെത്തേണ്ടത്? അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇന്ത്യൻ ഫാർമ വ്യവസായത്തിലെ ഒരു പ്രധാന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്, സുരക്ഷയുടെ കാര്യം. ഹൈദരാബാദിലെ ഒരു മരുന്ന് നിർമ്മാണശാലയിൽ വലിയൊരു സ്ഫോടനമുണ്ടായി, അല്ലേ? 39 പേരാണ് മരിച്ചത്. വളരെ ദാരുണമായ സംഭവം. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് വിശദമായി സംസാരിക്കുകയാണ്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയാണെന്ന്. അത് കേൾക്കുമ്പോൾ അഭിമാനമൊക്കെ തോന്നാറുണ്ട്, കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കിട്ടുന്നു എന്നൊക്കെ. പക്ഷേ ഈ ഹൈദരാബാദിലെ സംഭവം അത് മറ്റു ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അല്ലേ? കുറച്ച് കടുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെ വരുന്നുണ്ട്. തീർച്ചയായും. ഇതൊരു ഒരു ആക്സിഡന്റ് മാത്രമായിട്ട് കാണാൻ പറ്റില്ല. ഇതിന്റെ പിന്നില് വ്യാവസായിക സുരക്ഷയിലെ പ്രശ്നങ്ങളുണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്, പിന്നെ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ ചില പോരായ്മകൾ. എന്തിനേറെ ആഗോള ആരോഗ്യത്തെ വരെ ഇത് ബാധിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. അതെ. അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ ഹൈദരാബാദിൽ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ ഡസ്റ്റ് എക്സ്പ്ലോഷൻ എന്നാണല്ലോ കേട്ടത്. എന്താണത്? അതെ, ഡസ്റ്റ് എക്സ്പ്ലോഷൻ. അതായത് ഈ മരുന്ന് നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് ഈ മൈക്രോ ക്രിസ്റ്റലിൻ സെല്ലുലോസ് പോലെയുള്ള പൊടികൾ ഉപയോഗിക്കുമ്പോൾ അതിസൂക്ഷ്മമായ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലിങ്ങനെ തങ്ങി നിൽക്കും. ഓ, ശരി. ഇത് ഒരു അടഞ്ഞ സ്ഥലത്ത് ഒരു പ്രത്യേക അളവിലെത്തുകയും ഒരു ചെറിയ തീപ്പൊരി, അത് ചിലപ്പോൾ ഒരു സ്പാർക്കാവാം, അതുണ്ടാവുകയും ചെയ്താൽ ഒരു വലിയ സ്ഫോടനമായിട്ട് മാറും. ഭയങ്കരം. അതാണ് ഡസ്റ്റ് എക്സ്പ്ലോഷൻ. ഇവിടെ അതാണ് സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി കരുതുന്നത്. ഇത് ശരി, ഇതൊരു സാങ്കേതിക പ്രശ്നം. പക്ഷെ ഇതിനപ്പുറം വേറെ വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ട്. അവിടെയാണ് കൂടുതൽ ഗൗരവമുള്ള പ്രശ്നം വരുന്നത്. ഈ ഫാക്ടറിയുടെ പുറത്ത് ഒരു ബോർഡ് വെക്കണം, എൻവയോൺമെന്റ് ഡിസ്പ്ലേ ബോർഡ് എന്ന് പറയും. അവിടെ ഈ ഫാക്ടറിക്കകത്തുള്ള അതുലടസാഗ്ലതയുള്ള കെമിക്കൽസ്, വസ്തുക്കൾ, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കണം. പക്ഷെ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ബോർഡ് ശൂന്യമായിരുന്നു എന്നാണ്, കാലിയായിരുന്നു. അയ്യോ, അപ്പോ രക്ഷാപ്രവർത്തകർക്ക്? അതെ, രക്ഷാപ്രവർത്തനത്തിന് വന്നവർക്ക് അവിടെ എന്ത് തരം അപകടമാണുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇത് റെഗുലേറ്ററി മേൽനോട്ടത്തിലെ ഒരു വീഴ്ചയാണ്, വ്യക്തമായ വീഴ്ച.
പല ചെറിയ കമ്പനികളിലും ഇടത്തരം കമ്പനികളിലും ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നൊരു തോന്നൽ ഇതുണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഈ അപകടം ഒരു വശം, വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് കേൾക്കുന്നുണ്ട്. ഹൈദരാബാദിലെ ഈ ഫാർമ കമ്പനികൾ അവിടത്തെ മുസി നദി ഭയങ്കരമായി മലിനമാക്കുന്നു എന്ന്. വളരെ ശരിയാണ്. അത് വെറുമൊരു ലോക്കൽ പ്രശ്നമല്ല, അതിന്റെ ആഘാതം വളരെ വലുതാണ്. ഈ ഫാർമ യൂണിറ്റുകളിൽ നിന്നുള്ള മാലിന്യം, പ്രത്യേകിച്ച് ഈ ആന്റിബയോട്ടിക്കുകളുടെ അംശം കലർന്ന മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നു. AMRന് കാരണമാകുന്നു. AMR അത് ഈ മരുന്നുകൾക്കെതിരെ ബാക്ടീരിയ പ്രതിരോധം നേടുന്ന അവസ്ഥയല്ലേ? അതെ, അതുതന്നെ. അതായത് രോഗാണുക്കൾ നിലവിലുള്ള ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാതാവുന്നു. ഇതൊരു വലിയ ആഗോള ഭീഷണിയാണ്. നമ്മൾ ഒരു വശത്ത് ലോകത്തിന്റെ ഫാർമസി എന്ന് പറയുമ്പോൾ, മറുവശത്ത് ഒരുപക്ഷേ ആഗോള ആരോഗ്യത്തിന് ഭീഷണിയാവുന്ന ഒരു കാര്യത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ വളം വയ്ക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ശരിയാണ്. അപ്പോ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, പിന്നെ ഇടയ്ക്കിടെ കേൾക്കുന്ന ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാം കൂടി നമ്മുടെ ആ ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന പേരിനെ ഒരു കോട്ടം തട്ടിക്കുമോ? സാധ്യതയുണ്ട്, തീർച്ചയായും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് ഈ US FDA പോലെയുള്ള ഏജൻസികൾ അവർ ഇന്ത്യൻ കമ്പനികളുടെ ഗുണനിലവാരം, സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതിലൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതെ. അപ്പൊ ഹൈദരാബാദ് പോലുള്ള സംഭവങ്ങൾ അത് ഈ ആശങ്കകളെ ഒന്നുകൂടി ഉറപ്പിക്കും. നമ്മുടെ കയറ്റുമതി, വിശ്വാസ്യത ഇതിനെയൊക്കെ അത് ബാധിക്കാം. എന്നാൽ നമ്മൾ മറുവശം കൂടി കാണണമല്ലോ. ലോകത്തിനാവശ്യമുള്ള പ്രത്യേകിച്ച് വാക്സിനുകൾ, ജനറിക് മരുന്നുകൾ, ഇതിന്റെ വലിയൊരു പങ്ക് കൊടുക്കുന്നത് നമ്മളാണ്. അത് ചെറിയ കാര്യമല്ല. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ വ്യവസായം ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഈ നേട്ടങ്ങളുടെ കൂടെയാണ് ഈ പ്രശ്നങ്ങളും വരുന്നത്. അതെ, ആ നേട്ടങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ വെല്ലുവിളികൾ അത് അവഗണിക്കാനും പറ്റില്ല. പ്രധാനമായിട്ടും ഒന്ന്, ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ വീഴ്ച, സുരക്ഷയുടെ കാര്യത്തിലായാലും ഗുണനിലവാരത്തിന്റെ കാര്യത്തിലായാലും. രണ്ട്, നമ്മൾ പറഞ്ഞ പാരിസ്ഥിതിക മലിനീകരണം, അതിലെ AMR ഭീഷണി. മൂന്ന്, തൊഴിലാളികളുടെ സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ, പലയിടത്തും അത് നിലവിലുണ്ട്. നാലാമത്തൊരു കാര്യം, ഈ അപകട സാധ്യതയുള്ള ഫാക്ടറികളുടെ തൊട്ടടുത്ത് തന്നെ ആളുകൾ താമസിക്കുന്നത്. ഇത് നഗരാസൂത്രണത്തിലെ പ്രശ്നമാണ്. ഇതിനെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പോ എങ്ങനെയാണ് ഒരു ബാലൻസ് കണ്ടെത്തുക? ലോകത്തിന്റെ ഫാർമസിയായിട്ട് തുടരണം, അതേസമയം ഈ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റണം. വില മാത്രം പോരല്ലോ. തീർച്ചയായും പോരാ. ഏറ്റവും പ്രധാനം നിലവിലുള്ള നിയമങ്ങൾ കർശനമായി നടപ്പാക്കുക എന്നതാണ്. സുരക്ഷാ നിയമങ്ങൾ, പരിസ്ഥിതി നിയമങ്ങളൊക്കെ. ഈ മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഈ സംവിധാനങ്ങൾക്കെല്ലാം കൂടുതൽ അധികാരം, ശക്തി കൊടുക്കണം. ശരി. നിയമം ലംഘിച്ചാൽ വെറും പിഴയിൽ ഒതുക്കരുത്, ശക്തമായ നടപടി വേണം, ചിലപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്നതടക്കം. അതോടൊപ്പം ഈ മാലിന്യം സംസ്കരിക്കാനുള്ള പൊതുവായ സംവിധാനങ്ങൾ, ഈ CETP എന്നൊക്കെ പറയും, കോമൺ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, അതിൽ വലിയ നിക്ഷേപം നടത്തണം. അതെ. കമ്പനികളെ കൊണ്ട് ആഗോള നിലവാരത്തിലുള്ള സുരക്ഷാ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കാൻ പ്രേരിപ്പിക്കണം, ചിലപ്പോൾ നിർബന്ധിക്കേണ്ടി വരും. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ശക്തമായ നിയന്ത്രണങ്ങളെന്ന് പറയുന്നത് വ്യവസായത്തിന് തടസ്സമല്ല, മറിച്ച് സുസ്ഥിരമായ ഒരു വിശ്വാസ്യതയുള്ള വളർച്ചയ്ക്ക് അത് അത്യാവശ്യമാണ്. അത് അവസാനം കമ്പനികൾക്കും നല്ലതാണ്, രാജ്യത്തിനും നല്ലതാണ്. അപ്പോ ഈ ഹൈദരാബാദ് സംഭവം ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ത്യൻ ഫാർമ വ്യവസായം സുരക്ഷ, പരിസ്ഥിതി, ഭരണപരമായ മേൽനോട്ടം, ഈ കാര്യങ്ങളിലൊക്കെ ഇനിയും ശ്രദ്ധിക്കാനുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ആ ലോകത്തിന്റെ ഫാർമസി എന്ന പേര് നിലനിർത്തണമെങ്കിൽ ഗുണനിലവാരത്തിലും സുരക്ഷയിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ഒരു രാജ്യത്തിന്റെ വ്യാവസായിക പുരോഗതിയും അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷയും ഒപ്പം പരിസ്ഥിതി സംരക്ഷണവും ഇത് തമ്മിലുള്ള ശരിയായ ഒരു സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ്, അതെങ്ങനെയായിരിക്കണം? ആ ബാലൻസ് ഉറപ്പാക്കുന്നതിൽ ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതൊന്ന് ആലോചിച്ചു നോക്കൂ. രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, പുരാതന ചൈനയിലെ സാമൂഹിക ജീവിതം. മറ്റൊന്ന്, ആധുനിക ഇന്ത്യയിലെ ഭാഷാനയം. രണ്ടും ശ്രദ്ധേയമായ വിഷയങ്ങൾ തന്നെ. അതെ, കാരണം ഇത് നമ്മുടെ ചില പൊതുവായ ധാരണകളെ
ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനായി നമ്മൾ പ്രധാനമായി നോക്കുന്നത് 2 ലേഖനങ്ങളാണ്. ഒന്ന്, ചൈനയിലെ നവീന ശിലായുഗ മാതൃദായക്രമ സമൂഹം. ശരി. പിന്നെ ത്രിഭാഷാ നയം, ഭാഷയും രാഷ്ട്രീയവും ഇന്ത്യയിൽ. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിക്കാം, അല്ലേ? തീർച്ചയായും. തുടങ്ങാം. അപ്പോൾ ആദ്യം ചൈനയിലെ ആ കണ്ടെത്തൽ. ഏകദേശം 5000 വർഷം മുൻപ് അവിടെ മാതൃദായക്രമം പിന്തുടർന്ന സമൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ശരിക്കും ഇതൊരു പുതിയ അറിവാണല്ലേ? അതെ, കാരണം പൊതുവെ നമ്മൾ കരുതിയിരുന്നത് എല്ലാ പഴയ സമൂഹങ്ങളും പുരുഷാധിപത്യപരമായിരുന്നു എന്നാണല്ലോ. കൃത്യം ആ ധാരണയാണ് ഈ കണ്ടെത്തൽ ശരിക്കും ചോദ്യം ചെയ്യുന്നത്. ഇതില് രസകരമായ കാര്യം എന്താന്ന് വെച്ചാല് അവരെങ്ങനെ ഈ നിഗമനത്തിലെത്തി എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? പ്രധാനമായും ശാസ്ത്രീയ വഴികളാണ്. ജനിതക പഠനങ്ങൾ, പിന്നെ ഐസോട്ടോപ്പ് വിശകലനം. ഓഹോ. അതെ, 2 പഴയ ശ്മശാനങ്ങൾ, അവിടുത്തെ അസ്ഥികൂടങ്ങൾ പഠിച്ചു. അപ്പോ അമ്മയിലൂടെ മാത്രം കൈമാറുന്ന ഒരു ജനിതക ഘടകമുണ്ട്, മൈറ്റോകോൺഡ്രിയൽ DNA, mTNA എന്ന് പറയും. അത് അവിടെ അടയ്ക്കിയ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെയായിരുന്നു. ഓ, അപ്പോ അതിന്റെ അർത്ഥം അവരെല്ലാം ഒരേ തായ്വഴിയിൽ നിന്നുള്ളവരാണെന്നാണോ? അതെ, അങ്ങനെ പറയാം. ഒരേ മാതൃകുടുംബത്തിൽ നിന്നുള്ളവർ. പക്ഷേ അച്ഛനിലൂടെ മാത്രം കിട്ടുന്ന Y ക്രോമസോം ഉണ്ടല്ലോ, അത് പരിശോധിച്ചപ്പോ വ്യത്യസ്തമായിരുന്നു. അതിനർത്ഥം ഭർത്താക്കന്മാർ പല തായ്വഴിയിൽ നിന്നുള്ളവരായിരുന്നു. പുറത്തുനിന്ന് വന്നവരാവാം. ഇൻട്രസ്റ്റിംഗ്. പിന്നെ അസ്ഥികളിലെ സ്ട്രോൺഷ്യം ഐസോട്ടോപ്പ് നോക്കി. അതെന്തിനാണ്? അത് നോക്കിയാൽ ഒരാൾ എവിടെയാണ് ജനിച്ചു വളർന്നതെന്നറിയാൻ പറ്റും. അപ്പോ സ്ത്രീകളും പുരുഷന്മാരും ഒരേ പ്രദേശത്ത് ജീവിച്ചവരാണെന്ന് മനസ്സിലായി. ഓക്കേ. അതോടൊപ്പം കാർബൺ ഐസോട്ടോപ്പ് നോക്കിയപ്പോ അവരുടെ പ്രധാന ഭക്ഷണം എന്തായിരുന്നെന്നും കിട്ടി. ചോളം, ജോവർ പോലത്തെ ചില C4 സസ്യങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ ജനിതക തെളിവും രാസപരിശോധനയും വെച്ച് നോക്കുമ്പോൾ ആ സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾക്ക് അമ്മയുടെ വഴിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന് ഉറപ്പിക്കാം, അല്ലേ? അതെ, ശക്തമായ തെളിവാണത്. പക്ഷേ ഇവിടെ ഒരു സംശയം. ഈ മാതൃദായക്രമം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഭരണം നടത്തിയിരുന്നു എന്നാണോ, അതോ? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മാതൃദായക്രമം, അതായത് മാട്രിലീനിയൽ എന്ന് വെച്ചാൽ കുടുംബത്തിലെ പിന്തുടർച്ച അവകാശം, ബന്ധങ്ങൾ, ഇതൊക്കെ അമ്മയുടെ പരമ്പരയിലൂടെ കണക്കാക്കുന്ന രീതിയാണ്. അതെ, എല്ലായ്പ്പോഴും സ്ത്രീകൾക്ക് അധികാരം കൂടുതലുള്ള മാതൃമേധാവിത്വം, മാട്രിയാർക്കി ആകണമെന്നില്ല ഈ പഠനം പറയുന്നത്. ബന്ധങ്ങൾ മാതൃകുടുംബത്തെ അടിസ്ഥാനമാക്കിയിരുന്നു എന്നാണ്, അധികാരത്തെക്കുറിച്ചല്ല. ഓക്കെ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായി. ഈ പഴയ കാലത്തെക്കുറിച്ചുള്ള ധാരണകളെ പുതിയ കണ്ടെത്തലുകൾ ഇങ്ങനെ തിരുത്തുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ ചില നയങ്ങളും സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് ഭാഷ പോലെ. നമ്മുടെയൊക്കെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമാണല്ലോ ഭാഷ. തീർച്ചയായും. മഹാരാഷ്ട്രയിൽ ഈയിടെയുണ്ടായ സംഭവങ്ങൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അത് മഹാരാഷ്ട്രയിലെ പ്രൈമറി സ്കൂളുകളിൽ ത്രിഭാഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹിന്ദി നിർബന്ധമാക്കാൻ ഒരു ശ്രമം നടന്നു. ഓഹോ. പക്ഷേ ഭയങ്കര എതിർപ്പ് വന്നു. അതോടെ ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. ഈ ത്രിഭാഷാ പദ്ധതി അതെന്താണ് ശരിക്കും? ഇത് കുറച്ച് പഴയതാണ്. 1968 കോത്താരി കമ്മീഷൻ എന്നൊരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടായിരുന്നു. ലക്ഷ്യം എന്തായിരുന്നു? പ്രധാനമായും ദേശീയോദ്ഗ്രഥനം. രാജ്യത്ത് പല ഭാഗത്തുള്ളവർക്ക് തമ്മിൽ സംസാരിക്കാനൊക്കെ. ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുട്ടികള് വേറൊരു ഇന്ത്യൻ ഭാഷ പഠിക്കണം, പ്രത്യേകിച്ചൊരു സൗത്ത് ഇന്ത്യൻ ഭാഷ. ശരി. ഹിന്ദി ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കുട്ടികൾ ഹിന്ദി പഠിക്കണം. ഇത് ഇംഗ്ലീഷിനും മാതൃഭാഷയ്ക്കും പുറമേയാണ്. അപ്പോൾ 3 ഭാഷകൾ. അതെ. പക്ഷേ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020 വന്നപ്പോ ഇതിൽ കുറച്ചുകൂടി അയവ് വരുത്തിയിട്ടുണ്ട്. ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കില്ലെന്ന്. പിന്നെ പറ്റുമെങ്കിൽ 5ാം ക്ലാസ് വരെയെങ്കിലും മാതൃഭാഷയിൽ പഠിപ്പിക്കണമെന്നുമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഭരണഘടനയിലുമുണ്ട് ഭാഷയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് 343, 351 ഒക്കെ. അപ്പോൾ മഹാരാഷ്ട്രയിലെ പ്രശ്നം എന്തായിരുന്നു? ഈ ഹിന്ദി നിർബന്ധമാക്കിയത് അതൊരു ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായിട്ടും ഒരുതരം സാംസ്കാരിക മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ള നീക്കമായിട്ടുമാണ് പലരും കണ്ടത്. അതുകൊണ്ട് സാധാരണ രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളവർ പോലും ഈ വിഷയത്തിൽ ഒരുമിച്ചു. എന്നിട്ട് ഇപ്പോ എന്തായി? ഇപ്പോ അവിടുത്തെ സർക്കാർ ഡോക്ടർ നരേന്ദ്ര ജാദവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് വിഷയം പഠിക്കാൻ. ശരി. ഈ ത്രിഭാഷ നയത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ നല്ലതാണ്.
പല ഭാഷകൾ പഠിക്കുന്നത് നല്ലതല്ലേ, രാജ്യത്തൊന്നാകെ ആശയവിനിമയം എളുപ്പമാവും എന്നൊക്കെ. അതെ. പക്ഷേ ഇത് നടപ്പാക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നൊരു പേടി, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അത് പണ്ടേ ഉള്ളതാണല്ലോ. അതെ. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാരം കൂടുന്നു. 3 ഭാഷയൊക്കെ. എല്ലാ ഭാഷയും പഠിപ്പിക്കാൻ ടീച്ചർമാർ വേണ്ടേ? അതിന്റെ കുറവ്. പിന്നെ ഇത് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ ഇടപെടുന്ന പോലെയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. അതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോ നമ്മളിപ്പോ 2 കാര്യങ്ങൾ നോക്കി. ഒന്ന്, പുരാതന ചൈനയിലെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തല്, പിന്നെ ഇന്ത്യയിലെ ഭാഷാ നയത്തെക്കുറിച്ചുള്ള ഈ ചർച്ച. ഇത് രണ്ടും കൂടി വച്ചു നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ഈ സാമൂഹിക ഘടന, വ്യക്തിത്വം, അധികാരം, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു പൊതുവായ കാര്യം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഉണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താച്ചാ, 2 വിഷയങ്ങളിലും നിലവിലുള്ള ചില ധാരണകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ശരിയാണ്. പഴയ സമൂഹങ്ങൾ മുഴുവൻ പുരുഷാധിപത്യപരമായിരുന്നു എന്ന ധാരണ. രാജ്യത്തൊരൊറ്റ പൊതുഭാഷ അടിച്ചേൽപ്പിച്ചാൽ ദേശീയ ഐക്യം കൂടുമെന്ന ധാരണ. ആദ്യത്തേതിനെ ജനിതക തെളിവുകളാണ് ചോദ്യം ചെയ്തത്. രണ്ടാമത്തേതിനെ സാമൂഹികമായ എതിർപ്പുകൾ, റിയാക്ഷൻസ്. ശരിയാണ്. അപ്പോ വൈവിധ്യങ്ങളെ അംഗീകരിക്കേണ്ടതിന്റെ ഒരു പ്രാധാന്യം, അതാണ് ഇത് കാണിക്കുന്നത്. അത് ചരിത്രത്തിലെ കുടുംബഘടനയുടെ കാര്യത്തിലായാലും ഇന്നത്തെ ഭാഷാ നയത്തിന്റെ കാര്യത്തിലായാലും. കാരണം ഈ കുടുംബ ബന്ധങ്ങളും ഭാഷയുമൊക്കെ നമ്മുടെ ഒരു വ്യക്തിത്വത്തിന്റെ, ഐഡന്റിറ്റിയുടെ അത്രയും ആഴത്തിലുള്ള ഭാഗങ്ങളാണ്, അല്ലേ? അതെ അതെ, ശരിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പുരാതന ചൈനയിൽ മാതൃദായക്രമ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ശാസ്ത്രീയ തെളിവുകൾ കിട്ടിയ കാര്യം നമ്മൾ കണ്ടു. അതോടൊപ്പം ഇന്ത്യയിൽ ഭാഷാനയം നടപ്പാക്കുമ്പോഴുള്ള ആ സങ്കീർണതകളും അത് പ്രാദേശികമായ വികാരങ്ങളുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും നമ്മൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാകാൻ സാധ്യതയുള്ള 3 വിഷയങ്ങളാണെന്ന്. അതെ. ഒന്ന്, ലോകബാങ്കിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വത്തിന്റെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് പറയുന്നു. പിന്നെ കേരളത്തിൽ നിന്നൊരു വാർത്ത, ഹോർട്ടികോർപ്പിന്റെ തേൻ കൃഷി. തേനീച്ച വളർത്തൽ. അതെ. പിന്നെ കുറച്ച് കൗതുകമുള്ള വേറൊന്ന്, നമ്മുടെ വീടിനകത്ത് വായുവില്ലേ, നമ്മുടെ ചില ശീലങ്ങൾ, ഈ കുളിക്കുന്നതും മറ്റുമൊക്കെ, അതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു പുതിയ പഠനം വന്നിട്ടുണ്ട്. അപ്പോൾ അതും നോക്കാം. ശരിയാണ്. ഈ ഓരോ വിഷയത്തിലെയും പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിന്റെ ഒരു വലിയ ചിത്രം എന്താണെന്നും നമുക്കൊന്ന് നോക്കാമല്ലേ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുമെന്നും. അതെ. അപ്പോൾ ആദ്യത്തെ വിഷയം തന്നെ എടുക്കാം. ഈ ലോകബാങ്ക് റിപ്പോർട്ട് 2011-12 തൊട്ട് 2022-23 വരെയുള്ള കാലത്ത് ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം കാര്യമായിട്ട് കുറഞ്ഞു എന്നാണ് കണ്ടെത്തൽ. ഗിനി സൂചിക വെച്ചാണ് പറയുന്നത്. അതെ, ഗിനി സൂചിക. അതുപ്രകാരം നോക്കുമ്പോൾ ലോകത്ത് ഈ അസമത്വം ഏറ്റവും കുറഞ്ഞ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും പറയുന്നു. ഓഹോ. സ്ലോവാക് റിപ്പബ്ലിക്, സ്ലോവേനിയ, ബെലാറസ്, ഇവരാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ഗിനി സൂചിക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു രാജ്യത്തെ വരുമാനം എങ്ങനെയാണ് പല ആൾക്കാർക്കിടയിൽ വിതരണം ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു കണക്കാണ്. 0 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ വരുമാനം, അതായത് പൂർണ്ണ സമത്വം. 100 എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിലല്ല, ബാക്കിയുള്ളവർക്ക് ഒന്നുമില്ല, അതാണ് പൂർണ്ണ അസമത്വം. അപ്പൊ ഇന്ത്യയുടെ സ്കോറ്? ഇന്ത്യയുടേത് 25.5 ആണ്. ഇത് താരതമ്യം ചെയ്യുമ്പോൾ ചൈനയുടെ 35.7-നേക്കാളും US-ന്റെ 41.8-നേക്കാളുമൊക്കെ കുറവാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്. അതോടൊപ്പം തന്നെ അതിതീവ്ര ദാരിദ്ര്യം, അതായത് ഒരു ദിവസം $2.15, നമ്മുടെ വാങ്ങൽ ശേഷി അനുസരിച്ച് അതിൽ താഴെ വരുമാനമുള്ളവർ, PPP വെച്ചിട്ട്. അതെ, 2017-ലെ PPP വെച്ച് അവരുടെ എണ്ണം 16.2% നിന്ന് വെറും 2.3% കുറഞ്ഞു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതൊരു വലിയ മാറ്റം തന്നെയാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തെ സർക്കാർ പദ്ധതികളാണ് ഇതിന് കാരണമെന്നാണ്. പക്ഷേ ഈ കണക്കെടുപ്പും അതിന്റെ വ്യാഖ്യാനവുമൊക്കെ, അതിൽ ചില ചർച്ചകളൊക്കെ സാമ്പത്തിക വിദഗ്ധർക്കിടയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ. അത്തരം വലിയ ഡേറ്റ വരുമ്പോൾ പല അഭിപ്രായങ്ങളും വരും. എങ്കിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇത് കാണിക്കുന്നുണ്ട് എന്ന് പറയാം. തീർച്ചയായും. ഈ ഒരു വലിയ സാമ്പത്തിക കണക്കിൽ നിന്ന് നമുക്ക് നേരെ നമ്മുടെ കേരളത്തിലേക്ക് വരാം. ഒരു പ്രാദേശിക വിജയം. അതെ, പറയൂ. മാവേലിക്കര അടുത്ത് കല്ലിമേൽ ഹോർട്ടികോർപ്പിന്റെ ഒരു തേനീച്ച വളർത്തൽ കേന്ദ്രമുണ്ട്. 2018-ൽ തുടങ്ങിയതാണ്. ഹോർട്ടികോർപ്പിന്റെ ആണോ? അതെ.
അവിടെ കർഷകരിൽ നിന്ന് ഏകദേശം 50,000 കിലോയിൽ കൂടുതൽ തേൻ ശേഖരിച്ച് അത് സംസ്കരിച്ച് അമൃത് ഹണി എന്ന പേരിൽ വിൽക്കുന്നുണ്ട്. കൊള്ളാം. 50,000 കിലോ എന്ന് പറഞ്ഞ ചില്ലറയല്ല. ഇത് സംഭരണം മാത്രമല്ലല്ലോ ഇവരുടെ പ്രധാന പരിപാടി. അല്ലല്ല, തേനീച്ചയെ ശാസ്ത്രീയമായി വളർത്തുന്നതെങ്ങനെ, കർഷകർക്ക് പരിശീലനം കൊടുക്കുക, ഇതൊക്കെ പ്രധാനമാണ്. ഏകദേശം 1500 പേർക്ക് ട്രെയിനിങ് കൊടുത്തുന്നാ പറയുന്നത്. ഓഹോ. പരിശീലനം കഴിഞ്ഞവർക്ക് പിന്നെ 40% സബ്സിഡിയോടെ തേനീച്ചപ്പെട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങാനും പറ്റും. ആ, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് സർക്കാരിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് വരുന്നതാണോ? അതെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുണ്ട്. ഈ മധുര വിപ്ലവം, പിന്നെ ദേശീയ തേനീച്ച വളർത്തൽ ആൻഡ് തേൻ മിഷൻ NBHM എന്നൊക്കെ പറയുന്ന പദ്ധതികളില്ലേ, ആ, അതിൻ്റെയൊക്കെ ഭാഗമാണ്. ശരി ശരി. അപ്പോൾ ഇത് കർഷകർക്കൊരു അധിക വരുമാനം കിട്ടാനും സഹായിക്കുന്നുണ്ടാവും. ഉറപ്പായും. ഇവിടെ പ്രധാനമായിട്ടും 2 തരം തേനീച്ചകളെയാണ് വളർത്തുന്നത്. നമ്മുടെ ചെറുതേനീച്ച, പിന്നെ ഞുഡിയൽ തേനീച്ച. ആ, ചെറുതേൻ നല്ല ഔഷധ ഗുണമുള്ളതാണെന്നാണല്ലോ വിപ്പ്. അതെ, അതിന് ഡിമാൻഡും കൂടുതലാണ്. തേൻ മാത്രമല്ല, അവർ ഹണി സോപ്പ് പോലെയുള്ള വേറെ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഭാവിയിലൊരു ഹണി മ്യൂസിയം, ലാബൊക്കെ തുടങ്ങാനും പ്ലാനുണ്ട്. കൊള്ളാം. ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് കടക്കുന്നത് എപ്പോഴും നല്ലതാണ്. കർഷകർക്ക് വില കിട്ടാനും ഈ മേഖലയെ മൊത്തത്തിലൊന്ന് ഉഷാറാക്കാനും അത് സഹായിക്കും. നല്ലൊരു മാതൃക. ശരി, ഇനി അടുത്ത വിഷയം. ഇത് കുറച്ച് എന്താ പറയാ, നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമാവും. നമ്മൾ കുളിക്കുന്നത് അല്ലെങ്കിൽ ഉടുപ്പ് മാറുന്നത്, ഇതൊക്കെ നമ്മുടെ ജീവിക്കുന്ന വീടിന്റെ ഉള്ളിലെ വായുവിനെ എങ്ങനെ മാറ്റുന്നു? ആ, ഇതെന്താ സംഭവം? ഒരു പുതിയ പഠനം വന്നതാണ്. രസമുണ്ടല്ലോ കേൾക്കാൻ. പറയൂ. നമ്മുടെ തൊലിയിൽ സ്ക്വാലീൻ എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ട്. സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ഓക്കെ. ഇത് അന്തരീക്ഷത്തിലെ ഓസോണുമായിട്ട് പ്രവർത്തിക്കും. ഇവിടെ പറയുന്ന ഓസോൺ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടുത്തുള്ള അത്ര നല്ലതല്ലാത്ത തരം ഓസോണാണ്. ഗ്രൗണ്ട് ലെവൽ ഓസോൺ. അതെ. അപ്പോ ഈ സ്ക്വാലീനും ഓസോണും പ്രവർത്തിക്കുമ്പോൾ 6-MHO, ജെറനൈൽ അസിറ്റോൺ എന്നൊക്കെ പറയുന്ന ചില പുതിയ രാസവസ്തുക്കൾ ഉണ്ടാവും. പക്ഷേ രസമെന്താന്ന് വെച്ചാൽ, ഒരാളൊരു 3 ദിവസം കുളിച്ചില്ലാന്ന് വെക്കാം. എന്നാലും നമ്മുടെ ത്വക്ക് വീണ്ടും ആ എണ്ണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മാത്രം വായുവിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നാണ് പഠനം പറയുന്നത്. പിന്നെ എന്താണ് പ്രധാന കണ്ടെത്തൽ? അവിടെയാണ് ട്വിസ്റ്റ്. ഒരേ വസ്ത്രം കഴുകാതെ ഒരു 3 ദിവസം അടുപ്പിച്ചിട്ടാൽ അപ്പോ ഈ സ്ക്വാലീൻ ഓസോൺ പ്രവർത്തനം കൂടും. അതുവഴി ഉണ്ടാകുന്ന ഈ പറഞ്ഞ രാസവസ്തുക്കളുടെ അളവ് ഏകദേശം 25% വരെ കൂടാം എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴുകാത്ത തുണി ഒരുതരം കെമിക്കൽ റിയാക്ഷൻ സെന്ററായി മാറുന്നു എന്നാണോ? ഏകദേശം അങ്ങനെ പറയാം. കാരണം ആ തുണി നമ്മുടെ തൊലിയിലെ എണ്ണ വലിച്ചെടുക്കുമല്ലോ. അപ്പം അതിന് ഓസോണുമായി പ്രവർത്തിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നു, കൂടുതൽ സ്ഥലം കിട്ടുന്നു. ഓഹോ. ഇത് ശരിക്കും ഇൻഡോർ എയർ പൊല്യൂഷൻ, അതായത് വീടിനകത്തെ വായു മലിനീകരണത്തിന്റെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. ഈ ചെറിയ അളവിലുള്ള കെമിക്കൽസിനെ കണ്ടെത്താൻ മാസ് സ്പെക്ട്രോമെട്രി പോലെയുള്ള നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെയാണ് ഗവേഷകർ ഉപയോഗിച്ചത്. അപ്പോ ചൂടോ ഈർപ്പമോ ഒന്നും ഇതിനെ ബാധിക്കില്ലേ? ഇല്ല, അതും പഠനത്തിൽ പറയുന്നുണ്ട്. താപനിലയോ റൂമിലെ ഹ്യൂമിഡിറ്റിയോ ഈ രാസപ്രവർത്തനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നില്ല എന്നും കണ്ടെത്തി. അപ്പോ നമ്മുടെ ശീലങ്ങൾ, ചെറിയ ശീലങ്ങൾ പോലും ചുറ്റുമുള്ള വായുവിനെ ബാധിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക സൂചകം, പിന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു കാർഷിക രംഗത്തെ പുതിയൊരു മുന്നേറ്റം, അവസാനം നമ്മുടെ വീടിന്റെ ഉള്ളില് നമ്മുടെ തന്നെ ശീലങ്ങളുണ്ടാക്കുന്ന ചില രാസമാറ്റങ്ങൾ. ശരിക്കും പറഞ്ഞാൽ 3 തരത്തിലുള്ള വിഷയങ്ങൾ. അതെ, തികച്ചും വ്യത്യസ്തം. ഈ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ തന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൽ നിന്നൊരു കാര്യം ആലോചിക്കാവുന്നതെന്താന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിസ്സാരമെന്ന് കരുതുന്നത്. ഈ ധരിക്കുന്ന വസ്ത്രം, അത് കഴുകുന്ന രീതി, ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയമിരിക്കുന്ന നമ്മുടെ വീടിനകത്തെ ആ സൂക്ഷ്മമായ പരിസ്ഥിതിയെ, അവിടുത്തെ വായുവിനെയൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാകാം. ശരിയാണ്. ഒരുപക്ഷേ നമ്മുടെ ചുറ്റുപാടുകളുമായുള്ള ഈയൊരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഇനിയും കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതൊരു ചിന്തയാണ്.